ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എഫ്ഐആർ അടക്കമുള്ള രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇഡിയുടെ ഹർജി ദേവസ്വം ബെഞ്ചിലേക്ക്. ഹർജി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന് വിടും. കേസിൽ പ്രഥമദൃഷ്ട്യാ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നാണ് ഇഡിയുടെ വാദം. കേസിന്റെ എഫ്ഐആർ അടക്കമുള്ള രേഖകൾ വേണമെന്ന ഇഡിയുടെ ആവശ്യം നേരത്തെ റാന്നി മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. ജസ്റ്റിസ് CS ഡയസിന്റേതാണ് നടപടി. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, ഇഡിയുടെ ഹർജിയും ദേവസ്വത്തിന്റെ ബെഞ്ചായിരിക്കും പരിഗണിക്കുക, അല്ലെ? ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ഡിവിഷൻ ബെഞ്ചാണ്. ഇപ്പോൾ ഇന്ന് ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചിന് മുന്നിലാണ് ഈ ഹർജി വന്നത്. ആ ഹർജിയിൽ പ്രാഥമികമായി ഇഡിയുടെ ഹർജിയിലെ വാദങ്ങൾ കോടതി കേട്ടു. പക്ഷേ ആ കോടതി സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ച ഒരു കാര്യം, നിലവിൽ ഹൈക്കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബെഞ്ച് വളരെ വിശദമായി തന്നെ വാദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കേസ് കൂടിയാണ്. അതുകൊണ്ട് ഈ കേസ് ആ കേസിന്റെ കൂടെ തന്നെ പരിഗണിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് ആണ് തീരുമാനമെടുക്കുക. മാസ്റ്റർ ഓഫ് ദ റോസ്റ്റർ എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ആണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കണം. ദേവസ്വം ബെഞ്ചിന്റെ മറ്റു വിഷയങ്ങളുടെ കൂടെ തന്നെ പരിഗണിക്കണമോ? കാര്യം നിലവിലുള്ള കേസ് അന്വേഷണമൊക്കെ ദേവസ്വം ബെഞ്ചിന്റെ ഒരു പ്രത്യേകമായ കണ്ടെത്തലും SSCR റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്ന സുവോമോട്ടോ പെറ്റീഷനും ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസിന്റെ തന്നെ ആധാരം. സ്വാഭാവികമായും ആ വിഷയത്തിൽ തീരുമാനമെടുക്കണമെങ്കിൽ ആ ബെഞ്ചിന് വിടണോ, ഏത് ബെഞ്ചിലേക്കാണ് ഇത് വിടേണ്ടത് എന്നൊരു കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് ആണ് തീരുമാനമെടുക്കേണ്ടത്. എന്തായാലും ഇന്ന് ജസ്റ്റിസ് CS ഡയസ് ആ ഹർജിയിൽ പ്രാഥമികമായ വാദം കേട്ടു. ഈ വിഷയത്തിൽ ഹർജിക്കാരുടെ ഇഡിയുടെ വാദം പ്രധാനമായും അവർക്ക് റാന്നി കോടതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIR ഉൾപ്പെടെയുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു രേഖകൾ ലഭിക്കണമെന്ന കാര്യം ECIR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ഒരു പഠനം നടത്താൻ എന്തൊക്കെ രേഖകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നതുകൂടി റെഫർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ആ രേഖകൾ ലഭിക്കണമെന്നാണ് പ്രത്യേകിച്ച് ED പറയുന്നത്. PMLA ഉൾപ്പെടെയുള്ള കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച് അത്തരം നടപടികൾ അന്വേഷണം നടത്താൻ ആധികാരികതയുള്ള ഏക ഏജൻസി എന്നുള്ള നിലയ്ക്ക് EDക്ക് ഈ കേസിൽ അന്വേഷണത്തിന് സ്കോപ്പുണ്ട്. അതുകൊണ്ട് FIR നൽകണമെന്നായിരുന്നു. എന്തായാലും ആ വിഷയം റാന്നി കോടതി തള്ളിയിരിക്കുന്നു. കേസിന്റെ മെറിറ്റിനെ കുറിച്ച് തീരുമാനമെടുക്കാൻ റാന്നി കോടതിക്ക് അധികാരമില്ല. അതുകൊണ്ട് ആ FIR ഉൾപ്പെടെയുള്ള രേഖകൾ ലഭ്യമാക്കാൻ ഹൈക്കോടതി ഇടപെടണമെന്നാണ് ഇഡിയുടെ ഹർജിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാദം. എന്തായാലും ആ വിഷയത്തിൽ ചീഫ് ജസ്റ്റിസ് ആണ് തീരുമാനമെടുക്കുക. ശരി മുസ്തഫ.